ഇന്ന് ഫെബ്രുവരി 14. അതെ, വാലന്റൈൻസ് ഡേ. പ്രണയിക്കുന്ന കവിതാക്കളുടെ ദിവസം മാത്രമല്ല, ഫുട്ബോളിനെ പ്രണയിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും ദിവസം കൂടിയാണ്. അതെ, കാത്തിരിപ്പിനൊടുവിൽ ISL ഇന്ന് തുടക്കം. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ ഫുട്ബോളിനെ പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേ ആണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇന്ത്യയുടെ ഒരു വലിയ കാത്തിരിപ്പായിരുന്നു, എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെയും ഏറ്റവും വലിയ കാത്തിരിപ്പായിരുന്നു ISL എന്ന് തുടങ്ങും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ എൽ ക്ലാസിക്കോയോട് കൂടി വൈകുന്നേരം 5 മണിക്ക് ISL അങ്ങ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇന്ന് അറിയാലോ, ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമാണ് ഇന്ന് വൈകുന്നേരം നടക്കുന്നത്. ആദ്യ മത്സരം അതാണ്. അപ്പൊ ആ ഒരു മത്സരത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, ആസ് എ ബ്ലാസ്റ്റേഴ്സ് ഫാൻ, ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണം എന്ന് തന്നെയാണ് മനസ്സിൽ. പക്ഷെ ഒരു 99% വിജയ സാധ്യത മോഹൻ ബഗാൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മറ്റൊന്നുമല്ല, ബഗാൻ അവരുടെ പഴയ ടീമിനേക്കാളും സ്ട്രെങ്ത് കൂടിയ, അല്ലെങ്കിൽ പവർ കൂടിയ ഒരു ടീമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവർക്ക് എത്രത്തോളം സ്ട്രെങ്ത് കൂട്ടാമോ, എത്രത്തോളം പവർഫുൾ ആകാമോ, ആ ഒരു രീതിയിലാണ് ബഗാൻ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. അവർക്ക് കപ്പ്, അതിന്റെ അപ്പുറത്ത് വേറൊരു ചിന്തയില്ല. ആ രീതിക്കാണ് ബഗാൻ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ അതല്ല. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെ എല്ലാം, അതായത് അഡ്രിയാൻ ലൂണ അടക്കമുള്ള എല്ലാ പ്ലേയേഴ്സിനെയും റിലീസ് ചെയ്തിട്ട് ഒരു ലോണിലൊക്കെ അയച്ചിട്ട് മാർക്കറ്റ് വാല്യൂ ഒക്കെ കുറഞ്ഞ കുറച്ച് വിദേശ താരങ്ങളെയും അതേപോലെ നമ്മുടെ യങ് ഇന്ത്യൻ ടാലന്റുകളെയും അണിനിരത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ആ ഒരു ശതമാനം കിടപ്പുണ്ട്. നമുക്ക് 1% ഒരു പക്ഷേ വിജയ സാധ്യത ഉണ്ടാവാം. കാരണം നമുക്കറിയില്ല, ഓൾറെഡി ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കേസുകളൊക്കെ നമുക്കറിയാം. ഡാനിഷ് ഫറൂഖ് ഉണ്ട്, അതേപോലെ വിപിൻ മോഹൻ ഉണ്ട്, നിഹാൽ ഉണ്ട്, സച്ചിൻ സുരേഷ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പല താരങ്ങളുണ്ട്. ഇപ്പോൾ റൗളിംഗ് ബോജസ് വന്നിട്ടുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം ഒരു സ്ട്രെങ്ത് പകരുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ പുതിയ വന്ന ഫോറിൻ താരങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. അവരെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതിന് മുമ്പ് നമ്മൾ അവരുടെ കളി കണ്ട് പരിചയം കൂടിയില്ല. സോ അവരെങ്ങനെ വന്ന് പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നമുക്ക് ആദ്യത്തെ ഒരു മത്സരം കഴിഞ്ഞിട്ട് പോലും അവരെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമുക്ക് നോക്കാം അവർ എത്രത്തോളം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമുക്ക് നമ്മുടെ ടീം എത്രത്തോളം മുമ്പോട്ട് പോകും എന്ന് വരെ പറയുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്, ജയിക്കണമെന്ന് തന്നെയാണ്. പിന്നെ ബഗാന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബഗാൻ എന്താണ് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് ബഗാന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിട്ട് അപ്പൊ അതിന്റെ ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ അതിനെ ബിസിനസ്സായിട്ട് മാത്രം കാണുന്നതിനപ്പുറം ഒരു പാഷൻ കൂടിയാണെങ്കിലേ കാര്യമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബഗാനെ സംബന്ധിച്ചിട്ട് അതാണ് നടക്കുന്നത്. അവരുടെ ഓണർ, ആ ടീമിനോടൊരു പാഷൻ ഉണ്ട് പുള്ളിക്ക്. ഇനിയിപ്പോ ഇവര് ഒരു വർഷം കുറച്ച് നഷ്ടം വന്നാലും ടീം നിലനിൽക്കണം, അല്ലെങ്കിൽ ടീമിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടരുത് എന്നൊക്കെയുള്ള ഒരു കുറച്ച് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓണറാണ് ബഗാൻ ഉള്ളത്. അതുകൊണ്ടാണ് ബഗാൻ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ അതല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ എങ്ങനെ നമ്മുടെ നഷ്ടങ്ങൾ കുറയ്ക്കാം എന്നുള്ളത് മാത്രം നോക്കുന്ന ഒരു മാനേജ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ടാണ് അവര് മാക്സിമം അഡ്രിയാൻ ലൂണ അടക്കം, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം നെടുന്തൂണെന്ന് വേണമെങ്കിൽ പറയാം, ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം, ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം, എന്തും പറയാം, ആ ആളെ പോലും അവര് ലോണിൽ അയച്ചത്. അപ്പോൾ എന്തായാലും നമ്മള് പ്ലേയേഴ്സ് വരും പോകും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കെപ്പോഴും ടീമാണ് വലുത്. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ നിലകൊള്ളുന്നു. 9 ഹോം മത്സരങ്ങൾ നമുക്കുണ്ട്. 9 ഹോം മത്സരങ്ങൾ നമ്മൾ പോയി കാണുന്നതായിരിക്കും. സ്റ്റേഡിയത്തിൽ പോയി ടീമിന് വേണ്ടി ചാൻഡ് ചെയ്യുന്നതായിരിക്കും, തൊണ്ട പൊട്ട് ചാൻഡ് ചെയ്യുന്നതായിരിക്കും. അത് വേറെ കാര്യം. തോറ്റാലും ജയിച്ചാലും നമ്മൾ അവിടെ ഉണ്ടാവും, ഈസ്റ്റ് ഗാലറിയിൽ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ മത്സരം എങ്ങനെയാവും നോക്കാം. താങ്ക് യു.